ഹലോ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. കിച്ചണിലേക്ക് വരാൻ കുറച്ച് വൈകിപ്പോയി. ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം പൊടി കുഴച്ച് വെച്ചു. പിന്നെ നൂൽപുട്ടിനുള്ള വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് ഫ്രൈഡ് റൈസിനുള്ള അരി മാറ്റി വെച്ചു. അരി വേവിക്കാനുള്ള വെള്ളത്തിൽ കുറച്ച് ഓയിൽ ഉപ്പിട്ടാൽ അരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അതിനിടയിൽ കൂടെ ഫസ്റ്റ് ട്രിപ്പ് നൂൽപുട്ടി ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എണീറ്റപ്പോൾ ചിക്കൻ എടുത്ത് പുറത്ത് വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് പിന്നെ കൈകൊണ്ട് അടർത്തി എടുക്കേണ്ടി വന്നു. ആ സമയം കൊണ്ട് അരി വേവാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി ഇട്ട് കൊടുത്ത് പിന്നെ ചിക്കൻ പീസ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഫസ്റ്റ് ട്രിപ്പ് നൂൽപുട്ടായിട്ടുണ്ട്. സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ക്യാരറ്റ് അരിയാൻ വേണ്ടി നിന്നു. ഇതൊരു പെർഫെക്റ്റ് ഫ്രൈഡ് റൈസ് റെസിപ്പി ഒന്നല്ല. കുട്ടികളുടെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെതായ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഉണ്ടാക്കുന്നതാണ്. നല്ല സേവ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റും. ആദ്യം പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് 2 മുട്ട പൊട്ടിച്ച് വെച്ച് അതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് ഒന്ന് ചിക്കിയെടുത്തു. എന്നിട്ട് അത് പാനിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ഉള്ളിയും ക്യാരറ്റും മാത്രമേ എടുക്കുന്നുള്ളൂ, വേറെ ഒന്നും ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വഴറ്റിയ ശേഷം റൈസ് ഇട്ട് കൊടുത്തു. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് സോയാ സോസും പഞ്ചസാരയും കുറച്ചും കൂടെ കുരുമുളക് പൊടിയും മല്ലിയിലും ഇട്ട് മിക്സ് ആക്കിയെടുത്ത ഫ്രൈഡ് റൈസ് റെഡി. അപ്പം ഇന്ന് ലഞ്ച് ബോക്സ് ആക്കാനുള്ള സമയമായി. ഇന്ന് 2 ലഞ്ച് ബോക്സ് ഉണ്ട്. എൻ്റെ സിസ്റ്റർ മോനും അസുവിനും സെയിം ക്ലാസ്സിലാണ്. അപ്പോൾ അവനക്കും കൂടെ ഉള്ളത് ഞാൻ ഇതിൽ കൂടെ കൊടുത്തയക്കുന്നുണ്ട്. അപ്പം ഇന്ന് നേരെ വൈകി വന്നതുകൊണ്ട് സ്നാക്സ് ആയിട്ട് എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനൊരു ബനാന കട്ട് ചെയ്ത് അങ്ങനെ വെച്ചു കൊടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ 2 കൈകളും ഒന്ന് തപ്പി നോക്കിയിട്ട് പറഞ്ഞു ഇതൊന്നും ഇവിടെ നടക്കൂല, ഇന്നിപ്പോൾ ഇതിനല്ലാതെ വേറെ ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ എന്നാൽ ചെറുതായി കട്ട് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്ത് അത് റെഡിയാക്കി. നൂൽപുട്ട് ഉണ്ടാക്കി കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന്. എനിക്കിതാ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതാ ഞാനിത് ഇങ്ങനെ കഴിക്കട്ടെ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.